നമസ്തേ, ജനക്ഷേമത്തിലേക്ക് സ്വാഗതം. ലോകരാഷ്ട്രങ്ങളുടെ പട്ടികയിൽ ഒരു മികച്ച സാമ്പത്തിക ശക്തിയായി ഭാരതം കുതിച്ചു മുന്നേറുകയാണല്ലോ. ഈ മുന്നേറ്റത്തിന് കരുത്തു പകരുന്ന ഒന്നാണ് ഡിജിറ്റൽ ഇന്ത്യ പദ്ധതി. ഇതിൻ്റെ ഭാഗമായി സർക്കാരിൻ്റെ വിവിധ പദ്ധതികൾ വേഗത്തിൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ് CSC കേന്ദ്രങ്ങൾ അഥവാ കോമൺ സർവീസ് സെൻ്ററുകൾ. ഈ കേന്ദ്രങ്ങൾ നൽകുന്ന വിവിധ സേവനങ്ങളെക്കുറിച്ചുള്ള വിശദാംശങ്ങളാണ് ഇത്തവണ ജനക്ഷേമത്തിൽ. इन कॉमन सर्विस सेंटर्स में आज सरकार की सैकड़ों सर्विसेज गांव के लोगों तक पहुंच रही हैं। ये कॉमन सर्विस सेंटर्स लाखों युवाओं को रोजगार का भी माध्यम बने हैं. CSC സെന്റർ എന്ന് പറഞ്ഞാൽ മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് IT കീഴിലുള്ള ഡിജിറ്റൽ ഇന്ത്യ മിഷൻ പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് 2008 സ്റ്റാർട്ട് ചെയ്ത ഒരു ഡിജിറ്റൽ ഇനീഷ്യേറ്റീവാണ് IT ഇൻഫ്രാസ്ട്രക്ചർ ഇനീഷ്യേറ്റീവ്. ഇന്ത്യയിലെ ഭാരതത്തിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് കേന്ദ്രത്തിൻ്റെയും സംസ്ഥാനത്തിൻ്റെയും എല്ലാ പദ്ധതികളും ജനക്ഷേമ പദ്ധതികളും ജനങ്ങളിലേക്ക് ഏറ്റവും എളുപ്പത്തിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു IT ഇൻഫ്രാസ്ട്രക്ചർ നമ്മുടെ മിനിസ്ട്രി രൂപകൽപ്പന ചെയ്തത്. ഇപ്പോൾ 25 വർഷം പൂർത്തിയായിരിക്കുന്നു ഇത് തുടങ്ങിയിട്ട്. കേരളത്തിൽ നമുക്ക് 11,000-ഓളം കേന്ദ്രങ്ങളാണ് നിലവിലിപ്പോൾ ഉള്ളത്. ജനസേവന കേന്ദ്രങ്ങൾ എന്നാണ് പൊതുവെ അറിയപ്പെടുന്നതെങ്കിലും കോമൺ സർവീസ് സെൻറ്റർ അതാണ് CSCയുടെ ഫുൾ ഫോം. ഇന്ത്യയൊട്ടാകെ നമുക്ക് 7 ലക്ഷത്തോളം കേന്ദ്രങ്ങളുമാണ് നിലവിലിപ്പോൾ ഉള്ളത്. കേരളത്തിൽ ഏറ്റവും പോപ്പുലറായിട്ടുള്ള അക്ഷയ കേന്ദ്രങ്ങളും CSC സെൻറ്റേഴ്സ് തന്നെയാണ്. ഇത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഇനിഷ്യേറ്റീവായ അക്ഷയ കേന്ദ്രങ്ങളിലും കേന്ദ്ര പദ്ധതികളെല്ലാം ഉപയോഗപ്പെടുത്തുന്നത് CSCയുടെ പ്ലാറ്റ്ഫോമിലൂടെയാണ്. 5 വർഷമായിട്ട് CSC സെൻറ്റർ നടത്തുകയാണ്. ആദ്യകാലങ്ങളിൽ CSC സെൻറ്ററിനെ കുറിച്ച് എല്ലാവർക്കും നല്ല ധാരണയില്ലായിരുന്നു. ഇപ്പം CSC സെൻറ്ററുകളെ കുറിച്ച് ഒരുവിധം എല്ലാവർക്കും അറിയാവുന്നതാണ്. സർക്കാർ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നിരവധി രജിസ്ട്രേഷൻ സേവനങ്ങൾ CSCയിലൂടെ നടത്തി വരുന്നുണ്ട്. ഈ സേവനങ്ങൾ കൂടി G2C ഗവൺമെൻറ് ടു സിറ്റിസൺ കാറ്റഗറിയിലുള്ള സർവീസുകൾ, ബിസിനസ് ടു സിറ്റിസൺ കാറ്റഗറിയിലുള്ള പൊതുസേവനങ്ങൾ, അതുപോലെ തന്നെ ആധാർ, ബാങ്കിങ്, ഇൻഷുറൻസ്, എഡ്യൂക്കേഷൻ, സ്കിൽ ഡെവലപ്മെൻറ്റ്, ലീഗൽ സർവീസ്, അതുപോലെ തന്നെ ഡിഫൻസ് പെൻഷൻ സർവീസ്, ഇങ്ങനെ നിരവധി സേവനങ്ങളാണ് നമ്മൾ കൊടുക്കുന്നത്. കേന്ദ്ര ഗവൺമെൻറ് നടപ്പിലാക്കുന്ന വിവിധ ജനക്ഷേമ പദ്ധതികൾ CSCയിലൂടെ രജിസ്ട്രേഷൻ ചെയ്തു കൊടുക്കുന്നു. CSC വഴി പാൻ കാർഡ്, പാസ്പോർട്ട്, റെയിൽവേ ടിക്കറ്റ് ബുക്കിംഗ്, എയർ ടിക്കറ്റിൻ്റെ ബുക്കിംഗ്, അതുപോലെ നമുക്ക് ജീവൻ പ്രമാൺ, ലൈഫ് സർട്ടിഫിക്കറ്റിനുള്ള ആപ്ലിക്കേഷൻ നൽകാനും ഡിഫൻസുകാർക്ക് സ്പർശിൻ്റെ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് ബയോമെട്രിക് ഓതൻറ്റിഫിക്കേഷനും എല്ലാം CSC വഴി നടപ്പിലാക്കുന്നുണ്ട്. കൂടാതെ വാഹന പരിവാഹൻ സൈറ്റ് വഴി നമുക്ക് വാഹനത്തിൻ്റെ രജിസ്ട്രേഷനുകളും വാഹനത്തിൻ്റെ ഹൈപ്പത്തിക്കേഷൻ, ഓണർഷിപ്പ് ചേഞ്ച് ചെയ്യാനും എല്ലാം CSC വഴി നമുക്ക് നടപ്പിലാക്കാൻ സാധിക്കുന്നുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ പല പദ്ധതികളിലും ജനങ്ങൾ അറിയുന്നില്ല. ഇങ്ങനെയുള്ള CSI പോലെയുള്ള സ്ഥാപനങ്ങളിൽ വന്നിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റും. കരടയ്ക്കുന്നതൊക്കെ ഇതുവഴിയാണ് ഞാൻ ചെയ്യുന്നത്. അക്ഷയയിലൊക്കെ പോയി ഇപ്പോഴത്തെ തിരക്കറിയാമല്ലോ. ഇങ്ങനെയുള്ള ബ്രാഞ്ചുകൾ വന്നുകൊണ്ട് നിങ്ങളെ പോലെയുള്ള പൊതുജനങ്ങൾക്ക് നല്ല ഉപകാരം. കേരളത്തിലെ ഒരു വില്ലേജിൽ ഒന്നിലധികം CSCകൾ ഇപ്പോൾ ഓൾറെഡി ലഭ്യമാണ്. CSC കേന്ദ്രങ്ങൾ കൂടി സർക്കാരിൻ്റെ സംവിധാനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് വില്ലേജ് ലെവൽ എൻ്റർപ്രനേഴ്സ് എന്ന് പറയുന്ന VLE എന്ന് പറയുന്ന സംരംഭകരാണ്. ഈ സംരംഭകർ അതാത് പ്രാദേശിക മേഖലയിൽ തന്നെ ഉള്ള, അവിടെ തന്നെ ജനിച്ചു വളർന്ന അല്ലെങ്കിൽ തന്നെ അവിടെ ഉള്ള ആളുകളായിട്ട് തന്നെയാണ് നമ്മൾ VLE ആയിട്ട് തിരഞ്ഞെടുക്കുന്നത്. ഈ VLEകൾ സർക്കാരിൻ്റെ പദ്ധതികളെക്കുറിച്ചുള്ള ട്രെയിനിങ്ങുകൾ CSC സംവിധാനത്തിൽ നിന്ന് ലഭ്യമാക്കുകയും അവർ അത് പൊതുജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനത്തിലൂടെയാണ് CSC പ്രവർത്തിക്കുന്നത്. ഗവൺമെൻറ്റിൻ്റെ നാഷണൽ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റ് രജിസ്ട്രേഷൻ നടത്തുന്ന ഒരു രജിസ്ട്രേഷൻ പദ്ധതിയായ NFTP രജിസ്ട്രേഷൻ CSC കേന്ദ്രങ്ങൾ പുരോഗമിച്ചു വരികയാണ്. ഈ പദ്ധതിയിൽ ഫിഷറീസ് മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസരമുണ്ട്. സൗജന്യമായിട്ടുള്ള രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസരമുണ്ട്. അതുകൂടാതെ തന്നെ സർക്കാർ ഭാവിയിൽ പ്രവർത്തിക്കാൻ വയ്ക്കുന്ന വിവിധ പദ്ധതികൾ ഇതിൽ ചെയ്യുന്ന ആളുകൾക്ക് ലഭ്യമാക്കുന്നുണ്ട്.
നമുക്ക് 5 പ്രത്യേക ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. ഓരോ ഡിപ്പാർട്ട്മെൻറ്റും കുറേയധികം സേവനങ്ങൾ അതിൽ ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് പല പല ഗ്രൂപ്പുകളായിട്ടാണ് ഈ സേവനങ്ങളെ നമ്മൾ ശൃംഖല ആക്കിയിരിക്കുന്നത്. അതിൽ ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ടത് G2C എന്നറിയപ്പെടുന്ന, അതായത് ഗവൺമെൻറ് ടു സിറ്റിസൺ സേവനങ്ങളാണ്. അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ ഈ കേന്ദ്രങ്ങളിലൂടെ ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൂടാതെ നമുക്ക് B2C, ബിസിനസ് ടു സിറ്റിസൺ എന്ന് പറഞ്ഞൊരു മറ്റൊരു ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. ഇതിൽ ബാങ്കിങ്ങും മറ്റ് ഈ ഫിനാൻസ് സംബന്ധമായ അല്ലെങ്കിൽ ബാങ്ക് ഇതര ഇടപാടുകളെല്ലാം ചെയ്യാനായിട്ട് ഈ CSC സെൻറ്റേഴ്സിനെ സഹായിക്കുന്നത് ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് B2C. മൂന്നാമത്തത് എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് എന്ന് പറഞ്ഞൊരു ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. ഇതിൽ ഓൺലൈനായിട്ട് ജനങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന എല്ലാ ഓൺലൈൻ കോഴ്സുകളും, എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകളും, അതുകൂടാതെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കേന്ദ്ര സംസ്ഥാന പദ്ധതികളുമാണ് നമ്മൾ ഇതിൽ പ്രൊമോട്ട് ചെയ്യുന്നത്. നാലാമത്തെ ഒരു ഡിപ്പാർട്ട്മെൻ്റ് എന്ന് പറയുന്നത് സ്കില്ലാണ്. നമ്മളുടെ എല്ലാവർക്കും അറിയാവുന്ന PM വിശ്വകർമ്മ പോലെയുള്ള പ്രൊജക്റ്റുകളും അല്ലെങ്കിൽ തൊഴിൽ ചെയ്യുന്ന ആളുകൾക്ക് അവരുടെ സ്കില്ല് നൈപുണ്യ വികസനത്തിന് വേണ്ടിയിട്ടുള്ള കോഴ്സുകളും അല്ലെങ്കിൽ അതുപോലെയുള്ള സർട്ടിഫിക്കേഷനുമൊക്കെയാണ് ഈ സ്കില്ലിലൂടെ നമ്മൾ ചെയ്യുന്നത്. അഞ്ചാമത്തത് ഗ്രാമീൺ സ്റ്റോർ എന്ന് പറഞ്ഞിട്ടൊരു ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ആമസോണും ഫ്ലിപ്കാർട്ടും പോലെയുള്ള ഓൺലൈൻ സൈറ്റുകളുടെ ഒരു CSC വേർഷനാണ് ഗ്രാമീൺ സ്റ്റോർ. മറ്റ് നേരിട്ട് വാങ്ങുന്നതിലും അല്ലെങ്കിൽ ഓൺലൈനായിട്ട് വാങ്ങുന്നതുമായിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഈ CSC സേവനദാതാക്കൾക്ക് അവരുടെ സിറ്റിസൺസ്, അതായത് അവരുടെ കസ്റ്റമേഴ്സിലേക്കോ ജനങ്ങളിലേക്കോ എത്തിക്കാനായിട്ട് സഹായിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് ഗ്രാമീൺ സ്റ്റോർ എന്ന് പറയുന്നത്. ഇതാണ് പ്രധാനമായും 5 ഡിപ്പാർട്ട്മെൻറ്റ് CSC പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേന്ദ്ര ഗവൺമെൻറ് നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് PM വിശ്വകർമ്മ സ്കീം. 17ഓളം കുലത്തൊഴിൽ ചെയ്യുന്നവർക്ക് വേണ്ടിയുള്ള രജിസ്ട്രേഷനുകളാണ് CSC വഴി നടപ്പിലാക്കുന്നത്. PM വിശ്വകർമ്മ രജിസ്റ്റർ ചെയ്യാൻ ആധാർ, പാസ്ബുക്ക്, റേഷൻ കാർഡ് എന്നീ രേഖകൾ ആവശ്യമാണ്. രജിസ്ട്രേഷൻ പൂർത്തിയാക്കുന്ന മുറയ്ക്ക് പരിശീലന കേന്ദ്രങ്ങളിൽ നിന്ന് അറിയിപ്പ് കിട്ടുന്നതാണ്. ഇൻഷുറൻസ് സംബന്ധമായ വിവിധ സേവനങ്ങൾ CSC കേന്ദ്രം കൂടി ലഭ്യമാണ്. IRDAയുടെ എക്സാം പാസ്സായിട്ടുള്ള റൂറൽ ഓതറൈസ്ഡ് പേഴ്സൺ എന്ന് പറയുന്ന ലൈസൻസുള്ള എൻ്റർപ്രണേഴ്സാണ് CSC ഇൻഷുറൻസ് സർവീസുകൾ ലഭ്യമാക്കുന്നത്. ജനറൽ ഇൻഷുറൻസ്, ലൈഫ് ഇൻഷുറൻസ്, കാറ്റൽ ഇൻഷുറൻസ്, പേഴ്സണൽ ഇൻഷുറൻസ്, ഹെൽത്ത് ഇൻഷുറൻസ്, ഇങ്ങനെ വിവിധ തരത്തിലുള്ള ഇൻഷുറൻസുകൾ ഇന്ത്യയിലെ എല്ലാ CSCയായിട്ട് അസോസിയേറ്റ് ഉള്ള എല്ലാ ഇൻഷുറൻസ് കമ്പനികളുടെയും സേവനം ഈ ഒരു സേവന കേന്ദ്രത്തിൽ കൂടി ലഭ്യമാണ്. CSCക്ക് എല്ലാ ജില്ലകളിലും ഒരു ഡിസ്ട്രിക്ട് മാനേജർ, ഒരു ജില്ലാ അധികാരി ഉണ്ടാകും. അദ്ദേഹത്തിൻ്റെ കീഴിലായിരിക്കും ഈ കേന്ദ്രങ്ങളെല്ലാം പ്രവർത്തിക്കുന്നത്. അതുകൂടാതെ തന്നെ ഈ കേന്ദ്രങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നമുക്ക് പ്രത്യേകം ഒരു ഹെൽപ്പ് ഡെസ്ക്, കസ്റ്റമർ കെയർ സംവിധാനമൊക്കെ ഉണ്ട്. ഈ CSC കേന്ദ്രങ്ങൾ ജനങ്ങളിലേക്ക് ഈ സർവീസ് ഡെലിവറി എത്തിക്കുന്നതിലുപരി ഇതൊരു വില്ലേജ് തല സംരംഭകത്വം കൂടിയാണ്. അതായത് ഗ്രാമതല സംരംഭകർ എന്നാണ് VLE എന്നാണ് ഞങ്ങൾ ഓരോ സംരംഭകനെയും ഞങ്ങൾ വിളിക്കുന്നത്. അതായത് ഗ്രാമതല സംരംഭകർ എന്നാണ് അത് മലയാളത്തിൽ നമുക്ക് പറയാം. ഇവരെ ശാക്തീകരിക്കുക എന്നുള്ള, അതായത് തൊഴിലില്ലാത്ത ആളുകളെ, അഭ്യസ്തവിദ്യരായിട്ടുള്ള ആളുകൾക്ക് ഒരു തൊഴിൽ നൽകി അതിലൂടെ അവർക്ക് വരുമാനം നേടിയെടുക്കാൻ സഹായിക്കുക എന്നുള്ള ഒരു പദ്ധതി കൂടെ ഈ CSCയുടെ പുറകിലുണ്ട്. ഇങ്ങനെ ഒരു പ്ലാനും കൂടി വെച്ചിട്ടാണ് മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് IT ഈ CSC രൂപം കൊടുക്കാനായിട്ട് സാഹചര്യമുണ്ടായത്. ജനക്ഷേമത്തിൽ ഒരു ഇടവേള. രാജ്യത്തൊട്ടാകെ പ്രവർത്തിക്കുന്ന കോമൺ സർവീസ് സെൻ്ററുകൾ വഴിയാണ് ഒട്ടുമിക്ക കേന്ദ്ര പദ്ധതികളുടെയും രജിസ്ട്രേഷൻ നടക്കുന്നത്. ആധാർ സേവനങ്ങൾക്ക് മാത്രമായി എല്ലാ ജില്ലകളിലും ആധാർ സേവാ കേന്ദ്രങ്ങളും CSCക്ക് കീഴിൽ പ്രവർത്തിച്ചു വരുന്നു.
ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ സർവീസുകളിലൊന്ന് ആധാറാണ്. ഇന്ത്യയിലെ നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ ആധാർ രജിസ്ട്രാർ CSE ആണ്. ആധാർ പുതിയ കാർഡ് എടുക്കുന്നതിനും അല്ലെങ്കിൽ അപ്ഡേഷനും മറ്റ് കാര്യങ്ങൾക്കും എല്ലാം നിങ്ങൾക്ക് CSE സെൻറ്റേഴ്സിൽ സമീപിക്കാവുന്നതാണ്. മാത്രമല്ല എല്ലാ ജില്ലകളിലും CSE നേരിട്ട് നടത്തുന്ന ആധാർ സേവാ കേന്ദ്രങ്ങളുമുണ്ട്. ഏറ്റവും പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള ഒരു ഗവൺമെൻറ് നിശ്ചയിച്ചിട്ടുള്ള അതേ ചാർജിൽ മാത്രം പ്രവർത്തിക്കുന്ന ആധാർ സേവാ കേന്ദ്രങ്ങളാണ് ഇതെല്ലാം ഉള്ളത്. ഇത് കൂടാതെ നമുക്ക് പാസ്പോർട്ട്, പാൻ കാർഡ് തുടങ്ങിയ എല്ലാ ഗവൺമെൻറ് ഐഡികളും നമുക്ക് CSE കേന്ദ്രങ്ങളിലൂടെ ലഭ്യമാക്കാനായിട്ട് സാധ്യമാണ് ഇപ്പോൾ. നമ്മളിപ്പോൾ കാണുന്നത് UIDയുടെ നേരിട്ട് നിലനിർത്തലുള്ള CSEയുടെ ആധാർ സേവാ കേന്ദ്രം, എക്സ്ക്ലൂസീവ് ആധാർ സേവാ കേന്ദ്രമാണ്. നമ്മുടെ ആധാർ സേവാ കേന്ദ്രങ്ങളുടെ പ്രധാന പ്രത്യേകതകൾ മറ്റ് സേവാ കേന്ദ്രങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ തിരുവനന്തപുരത്തിൻ്റെ ഹൃദയഭാഗത്താണ് ഈ ആധാർ സേവാ കേന്ദ്രം നിലനിൽക്കുന്നത്. നമ്മുടെ സെക്രട്ടേറിയറ്റിൽ ഏകദേശം 1 കിലോമീറ്റർ മാറി ജനറൽ ഹോസ്പിറ്റൽ ജംഗ്ഷനിലാണ് ഈ ആധാർ സേവാ കേന്ദ്രം. ഈ കേന്ദ്രത്തിൽ ആധാർ സർവീസ് മാത്രമാണ് ലഭ്യമാക്കുന്നത്. അതിനാൽ ആധാർ സർവീസുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും വിശദമായിട്ട് പരിശോധിക്കാനും അതിനാവശ്യമായ തിരുത്തൽ വരുത്താനും അവരെ ഗൈഡ് ചെയ്യാനും അതോടൊപ്പം തന്നെ കൃത്യമായ ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്ത് കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ ആ ഡോക്യുമെൻ്റ് അപ്രൂവായി ലഭിക്കുന്നതിനുള്ള സാഹചര്യവും ഈ കേന്ദ്രത്തിൽ കൂടി നമ്മൾ ലഭ്യമാക്കുന്നുണ്ട്. ആധാർ സേവനങ്ങൾക്ക് ഈ കേന്ദ്രത്തിൽ UID നിശ്ചയിച്ചിട്ടുള്ള സ്റ്റാൻഡേർഡ് ചാർജുകൾ മാത്രമാണ് ഇവിടെ ഈടാക്കുന്നത്. പ്രത്യേകിച്ച് അഡീഷണൽ സർവീസ് ചാർജ് ഈടാക്കുന്നില്ല. ഈ സേവന നിരക്കുകൾ ഇവിടെ ഓൾറെഡി ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. പുതിയ ആധാർ ഏത് പ്രായത്തിലുള്ളവർക്കും പുതിയ ആധാർ എടുക്കുന്നത് സൗജന്യമായിട്ടാണ്. അതോടൊപ്പം തന്നെ 5 വയസ്സിലും 15 വയസ്സിലും ചെയ്യേണ്ട മാൻഡേറ്ററി അപ്ഡേറ്റുകൾക്ക് സൗജന്യമായിട്ടാണ് ഈ സേവനം നൽകുന്നത്. അതോടൊപ്പം തന്നെ ബയോമെട്രിക് അപ്ഡേറ്റുകൾക്ക് 100 രൂപയും ഡെമോഗ്രാഫിക് അപ്ഡേറ്റുകൾക്ക് 50 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. കാർഷിക മേഖലയിൽ ബന്ധപ്പെട്ട സേവനങ്ങൾ നമ്മൾ കർഷകർക്ക് ലഭ്യമാക്കുന്നുണ്ട്. കാർഷിക ഉപകരണങ്ങൾ CSE കൂടെ വാങ്ങാനുള്ള സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ കിസാൻ വിജ്ഞാൻ കേന്ദ്ര പോലുള്ള സർക്കാരിൻ്റെ സംവിധാനങ്ങൾ വഴിയുള്ള അഡ്വൈസ് ലഭിക്കുന്നതിന് വേണ്ടി കിസാൻ വിജ്ഞാൻ കേന്ദ്രത്തിലെ സയൻറ്റിസ്റ്റുമായിട്ട് സംസാരിക്കുന്നതിന് ഉള്ള ഒരു സംവിധാനം CSE കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. CSE സെൻറ്റർ വഴി കർഷകർക്കുള്ള രജിസ്ട്രേഷനുകൾ നടത്തി വരുന്നുണ്ട്. PM കിസാൻ, അതുപോലെ വിള ഇൻഷുറൻസ്, അങ്ങനെയുള്ള എല്ലാ രജിസ്ട്രേഷനും നമുക്ക് CSE സെൻറ്റർ വഴി ചെയ്യാവുന്നതാണ്. ബാങ്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിൽ നോക്കുകയാണെങ്കിൽ CSE കേരളത്തിൽ തന്നെ ഏകദേശം 8ഓളം നാഷണലൈസ്ഡ് ബാങ്ക്, പ്രൈവറ്റ് ബാങ്കുകളുമായിട്ട് അസോസിയേറ്റഡ് ആണ്. ഈ ബാങ്കുകളുടെ ബിസിനസ് കറസ്പോണ്ടൻറ്റ് സർവീസ് ഏതാണ്ട് 1500-ലധികം സേവന കേന്ദ്രങ്ങൾ കൂടി നമ്മളിപ്പോൾ ലഭ്യമാക്കുന്നുണ്ട്. ഈ കേന്ദ്രങ്ങളിൽ കൂടി നമുക്ക് ബാങ്കുകളുടെ അക്കൗണ്ട് ഓപ്പണിങ്, അതുപോലെ തന്നെ ക്യാഷ് ഡെപ്പോസിറ്റ്, ട്രാൻസ്ഫർ, വിഡ്രോവൽസ്, ATM കാർഡിൻ്റെ പിൻ നമ്പർ ചേഞ്ചസ്, ഇങ്ങനെയൊക്കെയുള്ള എല്ലാ അപ്ഡേറ്റുകളും നമുക്ക് ലഭ്യമാക്കാൻ സാധിക്കും. CSE കേന്ദ്രങ്ങളിൽ സാധാരണഗതിയിൽ പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ ബാങ്കിങ് ഉൾപ്പെടെയുള്ള സേവന കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നത് രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 8 മണിക്ക് വരെയുള്ള ഏകദേശ സമയത്താണ്. ബാങ്ക് അക്കൗണ്ട് ഓപ്പണിംഗ് ആയ പ്രധാനമന്ത്രി ജൻധൻ അക്കൗണ്ട് ഓപ്പണിങ്ങിലൂടെ നമുക്ക് 0 ബാലൻസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നു. അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് 6 മാസത്തിന് ശേഷം പ്രധാനമന്ത്രി ജൻധൻ അക്കൗണ്ടിൻ്റെ OD എമൗണ്ട് എല്ലാവർക്കും ലഭ്യമാവുന്നു. പ്രധാനമന്ത്രി ജൻധൻ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതോടൊപ്പം പ്രധാനമന്ത്രി സുരക്ഷാ ബീമ യോജന അക്കൗണ്ടും നമുക്ക് ഓപ്പൺ ചെയ്യാവുന്നതാണ്. അതിൽ 20 രൂപ മാത്രമാണ് ഇൻഷുറൻസ് എമൗണ്ട് വർഷത്തിൽ നമ്മൾ അടയ്ക്കേണ്ടതായി വരുന്നത്. എല്ലാ കേന്ദ്രങ്ങളിലും ബാങ്കിങ് സർവീസ് ലഭ്യമാക്കുന്നതിന് വേണ്ടി CSE ആധാർ എനേബിൾഡ് പേയ്മെൻറ്റ് സിസ്റ്റമായ DigiPay സർവീസ് എല്ലാ കേന്ദ്രങ്ങളിലും ലഭ്യമാക്കിയിട്ടുണ്ട്. ബാങ്ക് അക്കൗണ്ട് ആധാറോട് ലിങ്ക് ചെയ്തിട്ടുള്ള ഏത് സിറ്റിസണും ഏത് പൗരനും CSE കേന്ദ്രങ്ങളിൽ അവരുടെ ആധാർ നമ്പറോ അല്ലെങ്കിൽ അവരുടെ ബയോമെട്രിക് ഒതൻറ്റിക്കേഷൻ നൽകിക്കൊണ്ട് ആധാർ ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പണം വിഡ്രോ ചെയ്യാനും ട്രാൻസ്ഫർ ചെയ്യാനുമുള്ള സൗകര്യം ലഭ്യമാക്കിയിട്ടുണ്ട്. സ്വന്തമായി ക്യാഷ് എടുക്കുന്നതിന് 10,000 രൂപ വരെ നമുക്ക് ആധാർ ഉപയോഗിച്ച് പണം പിൻവലിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരിക്കും. അതുപോലെ 10,000 രൂപ നമുക്ക് അക്കൗണ്ടിലേക്ക് തമ്പ് ഉപയോഗിച്ച് നിക്ഷേപിക്കാനുള്ള സൗകര്യവും ഉണ്ടായിരിക്കും. ഇതിൽ സർവീസ് ചാർജ് ഈടാക്കുന്നതല്ല.
നിലവിൽ അക്ഷയ കേന്ദ്രങ്ങളിൽ മാത്രമല്ല, നിങ്ങൾക്ക് CSC കേന്ദ്രങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ, അതായത് ജനങ്ങൾക്ക് എല്ലാ സേവനങ്ങളും നിങ്ങൾക്ക് അവിടെ ലഭ്യമാണ്. അക്ഷയ കേന്ദ്രങ്ങളിൽ ഒരുപാട് നിങ്ങൾ സമയം വെയിറ്റ് ചെയ്യേണ്ടയൊക്കെ ഒരു സിറ്റുവേഷൻ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇത്രയും CSC കേന്ദ്രങ്ങളുടെ നിങ്ങളുടെ അടുത്തൊക്കെ ചെന്നിരിക്കുന്നത്. ഏതെങ്കിലും ഒരു അവസരത്തിൽ നിങ്ങൾക്ക് അക്ഷയ കേന്ദ്രങ്ങളിൽ നിങ്ങൾക്ക് പെട്ടെന്ന് സേവനങ്ങൾ ലഭ്യമല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അടുത്തുള്ള CSC കേന്ദ്രം നിങ്ങൾക്ക് സമീപിക്കാവുന്നതാണ്. ഏറ്റവും കുറഞ്ഞ സമയം, നിങ്ങളുടെ സമയം ഒരിക്കലും വേസ്റ്റ് ആക്കാത്ത രീതിയിൽ അവിടെ നിന്ന് നിങ്ങൾക്ക് എല്ലാ സേവനവും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. CSCയിലെ പോർട്ടലിൽ മെയിനായി ലോൺ ബസാർ എന്ന് പറയുന്ന ഒരു പോർട്ടൽ സംവിധാനം കൂടിയുണ്ട്. ലോൺ ബസാറിലൂടെ നമുക്ക് വിവിധ ബാങ്കുകളുടെ ലോൺസ് സംബന്ധമായ എല്ലാ പ്രോസസ്സിങ്ങും ചെയ്യാൻ പറ്റുന്നുണ്ട്. നിരവധി ബാങ്കുകളുടെ ഹോം ലോൺ, വെഹിക്കിൾ ലോൺ, അതുപോലെയുള്ള ലോൺസ് സംബന്ധമായി എല്ലാ കാര്യങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കാനായി സാധിക്കുന്നുണ്ട്. അതുപോലെ സിബിൽ റിപ്പോർട്ട് തയ്യാറാക്കി കൊടുക്കാൻ CSC പോർട്ടലിലൂടെ പറ്റുന്നുണ്ട്. അക്കൗണ്ട് ഓപ്പൺ ചെയ്യുവാനുള്ള സംവിധാനവും CSC പോർട്ടലിലുണ്ട്. എല്ലാ ബാങ്കുകളുടെയും ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുവാനുള്ള സംവിധാനവും CSC പോർട്ടലിലുണ്ട്. ഗവൺമെൻറ് വെൽഫെയർ ഫണ്ടിൻ്റെ ഭാഗമായി OBC, SC, ST എന്നിവർക്ക് പ്രത്യേകം സ്റ്റാർട്ടപ്പിനുള്ള ബിസിനസ് ലോണും അതുപോലെ എഡ്യൂക്കേഷൻ ലോണുകളും ലഭ്യമാണ്. ആവശ്യമായ രേഖകൾ ആധാർ, കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, ഇൻകം സർട്ടിഫിക്കറ്റ്, പ്രോജക്റ്റ് റിപ്പോർട്ട് കൂടാതെയുള്ള ഡോക്യുമെൻസുകൾ. 15 ലക്ഷം രൂപ വരെ കിട്ടുന്ന രീതിയിലുള്ളതാണ് ലോൺ പ്രോജക്റ്റ് വരുന്നത്. പ്രോജക്റ്റ് റിപ്പോർട്ട് അനുസൃതമായിരിക്കും ലോൺ എലിജിബിലിറ്റി ഉണ്ടാവുക. ഇപ്പോൾ നിലവിൽ 7 ലക്ഷത്തോളം ആളുകൾ CSCയിലൂടെ നല്ല രീതിയിൽ വരുമാനം നേടി ജനങ്ങൾക്ക് സർവീസ് ഡെലിവറികൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഏറ്റവും നല്ല രീതിയിൽ സുതാര്യമായ രീതിയിൽ ഗവൺമെൻറ് അല്ലെങ്കിൽ പ്രൈവറ്റ് സർവീസുകൾ എത്തിക്കാനായിട്ട് CSC ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഗവൺമെൻറ് സർവീസുകൾ കൂടാതെ നിരന്തരം നമ്മൾ പുതിയ സേവനങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളുടെ രാജ്യം ഒരു ഡിജിറ്റൽ യുഗത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു കാലഘട്ടത്തിൽ ഒരാൾക്ക് പോലും ഒരു ഡിജിറ്റൽ സർവീസ് ഡെലിവറിയുടെ പ്രശ്നം ഉണ്ടായി അദ്ദേഹത്തിന് അത് അവൈലബിലിറ്റി ഉണ്ടാകാതിരിക്കാൻ പാടില്ല. അതാണ് CSCയുടെ മോട്ടോയും ലക്ഷ്യവും. ജനക്ഷേമത്തിൽ ഒരു ഇടവേള കൂടി. ഡിജിറ്റൽ നെറ്റ്വർക്കിലൂടെ എല്ലാ സംസ്ഥാനങ്ങളെയും ഒറ്റ പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരികയും വിവിധ പദ്ധതികളുടെ ഗുണം വേഗത്തിൽ ലഭ്യമാക്കുകയും ചെയ്യുകയാണ് CSCയുടെ ലക്ഷ്യം. കോമൺ സർവീസ് സെൻ്ററുകൾ വഴി നടപ്പാക്കുന്ന സർക്കാരിൻ്റെ വിവിധ പദ്ധതികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് സൗജന്യ ഓൺലൈൻ നിയമസഹായ പദ്ധതി. രാജ്യത്ത് നമുക്ക് ഡൽഹിയിലാണ് നമ്മളുടെ ഹെഡ് ഓഫീസ് ഉള്ളത്. ഇതിൻ്റെ ഡയറക്ടർ എന്ന് പറയുന്നത് മിസ്റ്റർ സഞ്ജയ് കുമാർ രാകേഷ്. അദ്ദേഹം ഒരു റിട്ടയർഡ് IAS ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹമാണ് ഇത് ഹെഡ് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ മുകളിൽ IT-യുടെ സെക്രട്ടറി മിസ്റ്റർ S. കൃഷ്ണൻ സാറാണുള്ളത്. അതുകൂടാതെ നമുക്ക് സംസ്ഥാന തലങ്ങളിലേക്ക് വരുമ്പോഴത്തേക്ക് സംസ്ഥാനം ഹെഡ് ചെയ്യുന്നത് ഒരു സ്റ്റേറ്റ് ഹെഡ് ഉണ്ടാകും. അദ്ദേഹം വൈസ് പ്രസിഡന്റ് റാങ്കിലുള്ള ഒരാളാണ്. നമുക്ക് CSCയിലൂടെ പ്രധാനപ്പെട്ട 1-2 കേന്ദ്ര പദ്ധതികൾ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. അത് നല്ല രീതിയിൽ ജനങ്ങളിലേക്ക് എത്തിയിട്ടില്ല. ഞാൻ 1-2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം ഞാനിവിടെ ഒന്ന് പ്രതിപാദിക്കാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ടെലിലോ എന്ന് പറയുന്ന ഒരു പ്രൊജക്റ്റ് ഉണ്ട്. ടെലിലോ എന്ന് പറഞ്ഞാൽ ഓൺലൈൻ ലീഗൽ എയ്ഡാണ്. അതായത് ഒരു സാധാരണ ജനത്തിന്, ഒരു സാധാരണ സിറ്റിസന് നിയമസഹായം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ നമ്മൾ എംപാനൽ ചെയ്തിരിക്കുന്ന ലോയറോട് സംസാരിച്ച് നിയമപരമായ ഒരു സപ്പോർട്ട് അദ്ദേഹം കൊടുക്കുന്നതായിരിക്കും. ഇതിനുവേണ്ടി ടെലിലോ എന്ന് പറയുന്ന ആൻഡ്രോയിഡിലും ആപ്പിൾ സ്റ്റോറിലും അവൈലബിൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനുണ്ട്. ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് അതിനുള്ളിലൂടെ ഒരു ലോയറിൻ്റെ അപ്പോയിൻമെൻറ്റ് നമുക്ക് ഫിക്സ് ചെയ്യാം. ഈ അപ്പോയിൻമെൻറ്റ് നേടിയതിന് ശേഷം ആ സമയത്ത് ഓൺലൈനായിട്ട് വരുന്ന ലോയറുമായി സംസാരിച്ച് നമുക്ക് ആവശ്യമായിട്ടുള്ള നിയമസഹായം അദ്ദേഹം സൗജന്യമായിട്ട് ഈ സിറ്റിസന് കൊടുക്കുന്നുണ്ടാവും. ഇതാണ് ടെലിലോ എന്ന് പറയുന്നത്. CSC സെൻറ്റർ വഴി ഒളിമ്പിയാഡ് രജിസ്ട്രേഷനിലൂടെ
നമുക്ക് സ്കോളർഷിപ്പ് എക്സാമിൽ പങ്കെടുക്കാവുന്നതാണ്. ഇൻ്റർനാഷണൽ സ്കോളർഷിപ്പ് എക്സാമാണ് ഒളിമ്പ്യാഡ്, CSE ഒളിമ്പ്യാഡ്. CSE ഒളിമ്പ്യാഡിലൂടെ രജിസ്റ്റർ ചെയ്യുന്നത് വഴി ഒരു പോർട്ടൽ ഓപ്പൺ ആവുകയും ആ പോർട്ടലിൽ നിന്നുകൊണ്ട് തന്നെ മോക്ക് ടെസ്റ്റുകൾ ചെയ്ത് കുട്ടികൾക്ക് പ്രാക്ടീസ് ചെയ്യുവാനുള്ള ഒരു സൗകര്യവും ഓപ്പണായി കിട്ടുന്നു. വിവിധ എക്സാമുകൾക്ക് പേടി കൂടാതെ തയ്യാറെടുക്കുവാനുള്ള ഒരു സൗകര്യവും അതിലൂടെ അവർക്ക് ലഭിക്കുന്നു. അതോടൊപ്പം തന്നെ എഡ്യൂക്കേഷൻ മേഖലയിൽ വിവിധ തരത്തിലുള്ള പദ്ധതികൾ CSE നടപ്പിലാക്കുന്നുണ്ട്. സംരംഭകർക്കോ അല്ലെങ്കിൽ നിലവിൽ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്കോ ഇതിന് ഭാഗമാകാനുള്ള സംവിധാനങ്ങളുണ്ട്. CSE ടൈനി ടെക് എന്ന് പറഞ്ഞ പേരിലൊരു പ്രീ പ്രൈമറി സ്കൂൾ സംവിധാനം നടപ്പിലാക്കുന്നുണ്ട്. ഇതിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് ഒരു പ്രാദേശികപരമായിട്ട് ഒരു പ്ലേ സ്കൂൾ അല്ലെങ്കിൽ പ്രീ പ്രൈമറി സ്കൂൾ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഉള്ള ടെക്നിക്കൽ സപ്പോർട്ടാണ്. വളരെ കുറഞ്ഞ നിരക്കിൽ, ഫ്രാഞ്ചൈസി ഫീസ് അങ്ങനെയുള്ള കാര്യങ്ങളില്ലാതെ തന്നെ വളരെ കുറഞ്ഞ നിരക്കിൽ ഒരു സംവിധാനം തുടങ്ങാനുള്ള എല്ലാ സഹായവും, അതായത് അവരുടെ ടെക്നിക്കൽ സപ്പോർട്ട്, ട്രെയിനിങ്, കരിക്കുലം സപ്പോർട്ട്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വഴിയുള്ള സപ്പോർട്ട്, സോഫ്റ്റ്വെയർ സപ്പോർട്ട്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പ്രാദേശികമായിട്ട് ലഭ്യമാക്കുന്നതാണ്. വഴിയോര കച്ചവടക്കാർക്ക് വേണ്ടിയുള്ള ഒരു ലോണാണ് PM സ്വാനിധി. ആദ്യ ഗഡുവായി 10,000 രൂപയും രണ്ടാമത്തെ ഗഡുവായി 20,000 രൂപയും മൂന്നാമത്തെ ഗഡുവായി 50,000 രൂപയും നൽകി വരുന്നു. PM സ്വാനിധി രജിസ്ട്രേഷന് വേണ്ടി കൊണ്ടുവരേണ്ട രേഖകൾ ആധാർ ലിങ്ക്ഡ് മൊബൈല്, പാസ്ബുക്ക് എന്നിവയാണ്. സർക്കാർ ഇതര സേവനങ്ങൾ മാത്രമല്ല CSE കേന്ദ്രങ്ങളിലുള്ളത്. നിങ്ങൾക്ക് ആവശ്യമായ വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സേവനങ്ങളും നിങ്ങളുടെ CSE കേന്ദ്രങ്ങളിലൂടെ നിങ്ങൾക്ക് ലഭ്യമാക്കാം. CSE കേന്ദ്രങ്ങളിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ചില സേവനങ്ങൾ കൂടി ഞാൻ പറയാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ലോറി ബുക്ക് ചെയ്യാൻ, അതായത് ടാറ്റയുടെ ഒരു ട്രക്ക് ബുക്ക് ചെയ്യാനും നിങ്ങളുടെ അടുത്തുള്ള CSE കേന്ദ്രങ്ങളിലൂടെ നിങ്ങൾക്ക് സാധിക്കും. ഇത് മാത്രമല്ല, റെനോ, മഹീന്ദ്ര, ടാറ്റ പോലെയുള്ള വാഹന നിർമ്മാതാക്കളുടെ എല്ലാ വാഹനങ്ങളും ബുക്ക് ചെയ്യാനും CSE കേന്ദ്രങ്ങൾ നിങ്ങൾക്ക് ഉപയോഗിക്കാം. കാറുകളും ലോറികളും മാത്രമല്ല, ഈ വെഹിക്കിൾസ്, അതായത് ഏതർ പോലെയുള്ള അല്ലെങ്കിൽ ഹീറോയുടെ വെഹിക്കിൾസ് പോലെയുള്ള 2 വീലറുകളും നിങ്ങൾക്ക് ബുക്ക് ചെയ്യാനായിട്ട് നിങ്ങളുടെ അടുത്തുള്ള CSE കേന്ദ്രങ്ങൾ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഇതിലൂടെ പൊതുജനങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു ലാഭവും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. CSEയിലൂടെ നിങ്ങൾക്ക് എത്തുമ്പോൾ സബ്സിഡി മാത്രമല്ല, നിങ്ങൾക്കത് കൂടാതെ ഒരു പ്രത്യേക സാമ്പത്തിക ലാഭവും ലഭ്യമാക്കാനായിട്ട് ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. വിവിധ തരത്തിലുള്ള ജനക്ഷേമപരമായ പദ്ധതികളും ഈ CSE കേന്ദ്രങ്ങൾ നടപ്പിലാക്കുന്നുണ്ട് സർക്കാരിൻ്റെ വിവിധ സംവിധാനങ്ങളോട് ചേർന്നിട്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഡിജിറ്റൽ വില്ലേജ് പ്രോജക്റ്റ്. കേരളത്തിലെ ആദ്യഘട്ടത്തിൽ 14 ജില്ലയിലും ഓരോ വില്ലേജുകൾ വീതം തിരഞ്ഞെടുത്ത് ആ വില്ലേജുകളിൽ ഡിജിറ്റലായിട്ടുള്ള ഗവൺമെൻറ് സംവിധാനങ്ങൾ, പ്രത്യേകിച്ച് ബാങ്കിങ്, ഇൻഷുറൻസ്, എഡ്യൂക്കേഷൻ, സ്കിൽ ഡെവലപ്മെൻറ്റ് മേഖലയിലുള്ള പുരോഗതി ഒരു വില്ലേജിനെ കേന്ദ്രീകരിച്ച് നടപ്പിലാക്കുന്നുണ്ട്. പൂർണ്ണമായിട്ടും സൗജന്യമാണ്. ഏകദേശം 5 ലക്ഷത്തിലധികം രൂപയുടെ പദ്ധതികളാണ് ഈ ഡിജിറ്റൽ വില്ലേജ് പദ്ധതിയുടെ ഭാഗമായിട്ട് ഇവിടെ നടപ്പിലാക്കിയിട്ടുള്ളത്. പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമ യോജന വഴി ഏത് രീതിയിൽ മരണം സംഭവിച്ചാലും നമുക്ക് 2 ലക്ഷം രൂപ ആനുകൂല്യം ലഭിക്കുന്നതാണ്. ഈ പദ്ധതിയിൽ ചേരാൻ വർഷം തോറും 436 രൂപയാണ് നമ്മൾ അടയ്ക്കേണ്ടതായി വരുന്നത്. പ്രധാനമന്ത്രി അടൽ പെൻഷൻ യോജന വഴി നമുക്ക് 18 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും പെൻഷൻ സ്കീമിൽ ചേരാവുന്നതാണ്. നിലവിൽ CSE തുടങ്ങണമെന്നുണ്ടെങ്കിൽ 3 എക്സാംസ് പാസ്സായതിനു ശേഷം മാത്രമാണ് ഒരു CSEക്കുള്ള ലൈസൻസ് ലഭിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ടെക് എക്സാമാണ്. ടെക് എക്സാം പാസ്സാവണം. അതുകൂടാതെ IRDA, IIBF എക്സാമുകൾ പാസ്സായതിനു ശേഷം ഓൺലൈനിലൂടെയാണ് ഒരു CSEക്കുള്ള ആപ്ലിക്കേഷൻ കിട്ടേണ്ടത്. നേരത്തെയൊക്കെ നമുക്ക് ഇത്രയും 11,000 സെൻറ്ററുകൾ ആകുന്നതിന് മുമ്പ് കുറച്ചും കൂടെ എളുപ്പമായിരുന്നു സെൻറ്ററുകൾ തുടങ്ങാനായിട്ട്. ഇപ്പോൾ അതിൻ്റെ കണ്ടീഷൻസൊക്കെ കുറച്ച് കൂടുതലായിക്കൊണ്ടിരിക്കുകയാണ്. പഴയതുപോലെ എളുപ്പമല്ല പുതിയ സെൻറ്ററുകൾ കിട്ടുക എന്നുള്ളത്. ഒരു ചെറിയ മിനിമം 200 സ്ക്വയർ ഫീറ്റ് എങ്കിലുമുള്ള റൂമും ഒരു 2 കമ്പ്യൂട്ടർ, 2 പ്രിൻ്റർ, അതുപോലെയുള്ള മറ്റ് IT സംബന്ധമായ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ആവശ്യമാണ് അവിടെ. അതിനുശേഷം എക്സാം കഴിഞ്ഞ ശേഷമാണ് ഇതെല്ലാം സെറ്റപ്പ് ചെയ്യേണ്ടത്. അതിനുശേഷം നമ്മളുടെ ഒരു പ്രതിനിധി അവിടെ വിസിറ്റ് ചെയ്ത് ഇൻസ്പെക്ട് ചെയ്ത് CSE പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻസ് എല്ലാം ഫോളോ ചെയ്യുന്നുണ്ടെന്നുള്ളതിന് ഉറപ്പാക്കിയതിന് ശേഷം മാത്രമാണ് ഈ ലൈസൻസ് നിങ്ങൾക്ക് ലഭ്യമാകുക.
നമ്മുടെ രാജ്യം ഒരു ഡിജിറ്റൽ ട്രാൻസിഷൻ്റെ പീരീഡിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് എല്ലാ മീഡിയകളിലും എല്ലാം കാണാൻ സാധിക്കും ഒരുപാട് ഡിജിറ്റൽ കുറ്റകൃത്യങ്ങൾ. ഇതുപോലെയുള്ള ഒരു കുറ്റകൃത്യങ്ങൾ നിങ്ങൾ ചെന്ന് പെടാതിരിക്കാൻ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം അനധികൃതമായ ഒരു കേന്ദ്രത്തിലും നിങ്ങളുടെ വ്യക്തിഗത വിവരങ്ങൾ ഷെയർ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. നമ്മളുടെ CSE കേന്ദ്രങ്ങൾ തിരിച്ചറിയാനായിട്ട് അതിൻ്റെ ബോർഡ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. CSE കേന്ദ്രങ്ങൾക്ക് ഒരു ID ഉണ്ടാകും. ഈ ബോർഡുകളിലെല്ലാം തന്നെ അവരുടെ വ്യക്തിഗത ID പ്രദർശിപ്പിച്ചിട്ടുണ്ടാകും. അതുകൂടാതെ ഈ കേന്ദ്രത്തിനുള്ളിൽ CSEയുടെ ഒരു സർട്ടിഫിക്കറ്റും അവരുടെ സൂപ്പർവൈസറുടെ മറ്റ് വിവരങ്ങളും പ്രദർശിപ്പിച്ചിട്ടുണ്ടാകും. ഇവിടെ നിങ്ങളെ സമീപിക്കുന്ന ഒരു സൂപ്പർവൈസർക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ സേവനങ്ങൾ ചെയ്തു തരുന്ന ഒരു ഓപ്പറേറ്റർക്ക് എല്ലാവിധ ട്രെയിനിങ്ങുകളും CSE നൽകിയിട്ടുണ്ടാകും. കേന്ദ്ര ഗവൺമെൻറ് നടപ്പിലാക്കുന്ന പല പദ്ധതികളും CSE സെൻ്ററുകളിൽ നിന്ന് പോയി ക്യാമ്പയിൻ ചെയ്ത് നടത്തി വരുന്നുണ്ട്. അത് കൗൺസിലർ ഓഫീസുകൾ വഴിയും റെസിഡൻസ് അസോസിയേഷൻ വഴിയും അതുപോലെ ആശാ വർക്കർമാർ വഴിയും ഉള്ള എല്ലാ ഭാഗങ്ങളിലും ചെന്ന് അവയർനെസ്സായും ക്യാമ്പയിനായും നമ്മൾ നടത്തി വരാറുണ്ട്. നിലവിൽ കേന്ദ്ര പദ്ധതികളോ അല്ലെങ്കിൽ സംസ്ഥാന പദ്ധതികളോ ഏത് പൗരനും ഇത് രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിലും അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള CSE കേന്ദ്രത്തിൽ സന്ദർശിച്ചുകൊണ്ട് നിങ്ങൾക്കത് ചെയ്യാവുന്നതാണ്. ഇതിന് പ്രത്യേകമായ ഒരു ക്യാമ്പോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും തന്നെ ഉണ്ടാകുന്നതല്ല. ഏതെങ്കിലും സേവനത്തെപ്പറ്റി നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള CSE കേന്ദ്രത്തിൽ വിസിറ്റ് ചെയ്ത് നിങ്ങൾക്ക് അതിൻ്റെ രജിസ്ട്രേഷനും മറ്റ് കാര്യങ്ങളും ചെയ്യാവുന്നതാണ്. കോമൺ സർവീസ് സെൻ്ററുകൾ വെറും അപേക്ഷകൾ സമർപ്പിക്കുന്നതിനുള്ള സംവിധാനം മാത്രമല്ല, ഓരോ പ്രദേശങ്ങളുടെയും സമഗ്ര വികസനത്തിന് അടിത്തറ പാകുന്ന ഒട്ടേറെ പദ്ധതികൾക്ക് വേണ്ടുന്ന ഡിജിറ്റൽ ഹബ്ബുകൾ കൂടിയായി ഈ കേന്ദ്രങ്ങൾ മാറിയിരിക്കുന്നു. തൊട്ടടുത്തുള്ള അംഗീകൃത CSEകൾ കണ്ടെത്തി പരമാവധി സേവനങ്ങൾ പ്രയോജനപ്പെടുത്തുക. അതിലൂടെ നമുക്ക് ഓരോരുത്തർക്കും രാഷ്ട്ര വികസനത്തിൽ പങ്കാളികളാകാം. ജനക്ഷേമത്തിൻ്റെ ഈ അധ്യായം പൂർണ്ണമാകുന്നു. മറ്റൊരു ജനകീയ പദ്ധതിയുടെ വിശദാംശങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്തേ.